ഹായ് ഓൾ, എല്ലാവർക്കും മൈ നോട്ട് ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിൻ്റെ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് ഗ്രാമർ സെക്ഷൻ മാത്രമായിട്ടാണ്. ഇത് 87/2016 എന്ന ക്വസ്റ്റ്യൻ പേപ്പറിലേതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. Fill in the blank with a suitable verb. Krishna as well as his friend dash present. Krishna as well as his friend dash present. അപ്പോൾ ഈ ആസ് വെൽ ആസ് എന്ന് പറഞ്ഞാൽ ആൻഡിൻ്റെ പ്രയോഗം തന്നെയാണ്. അതൊരു കൺജങ്ഷനാണ്. രണ്ടെണ്ണത്തിന് രണ്ട് വാക്കുകളെ യോജിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കൃഷ്ണ പ്രസൻ്റ് ആയിരുന്നു, അതുപോലെ ഫ്രണ്ടും പ്രസൻ്റ് ആയിരുന്നു. അത് ഒരുമിച്ച് നമ്മൾ പറഞ്ഞു കൃഷ്ണയും ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ടും പ്രസൻ്റ് ആയിരുന്നു എന്ന് പറയുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ എപ്പോഴും ഈ ആസ് വെൽ ആസിൻ്റെ പ്രയോഗം നമ്മൾ നോക്കണം. ഇവിടെ ആസ് വെൽ ആസ് കഴിഞ്ഞ് ഇവിടെ നമുക്ക് ഇവിടെ ഈ ഒരു ഡാഷ്, അതായത് ഇവിടെയാണ് നമ്മൾ വെർബ് യൂസ് ചെയ്യേണ്ടത്, ഓക്സിലറി വെർബ് യൂസ് ചെയ്യേണ്ടത്. ആ ഓക്സിലറി വെർബ് യൂസ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പുള്ളതിൻ്റെ നമ്പർ നോക്കുക. അതായത് ഹിസ് ഫ്രണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അത് സിംഗുലറാണ്. അത് സിംഗുലർ ആണെങ്കിൽ ഇവിടെ ഡാഷിൽ വരുന്നതും എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. ഓക്കെ, ഇപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ തന്നെ കൃഷ്ണ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ് എന്നായിരുന്നുവെങ്കിൽ, അതായത് ഫ്രണ്ട്സ് എന്നായിരുന്നെങ്കിൽ എന്ത് വരും? ഇവിടെ വരേണ്ടത് പ്ലൂരൽ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ കൃഷ്ണ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട് ഈസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. അതുപോലെ വാസ് പ്രസൻറ്റ് എന്ന് പറഞ്ഞാലും കറക്റ്റാണ്. കാരണം ഇത് പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞാൽ ഈസ് ആണ്, സിംഗുലർ ഈസ് ആണ്. പ്രസൻറ്റ് ടെൻസിലാണെങ്കിൽ, പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അത് സിംഗുലർ വാസ് ആണ്. അപ്പോൾ ഇതിൽ രണ്ട് ഓപ്ഷനും കറക്റ്റാണ്. അതുകൊണ്ട് തന്നെ PSC ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ഇതിൽ ഓർക്കേണ്ടത് കാര്യം, കൃഷ്ണ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട് ഈസ് പ്രസൻറ്റ് ഓർ വാസ് പ്രസൻറ്റ്. ഇനി കൃഷ്ണ ആസ് വെൽ ആസ് ഹിസ് ഫ്രണ്ട്സ്, അങ്ങനെ പ്ലൂരൽ വന്നു കഴിഞ്ഞാൽ ആറോ വെയറോ ആയിരിക്കും അവിടെ യൂസ് ചെയ്യുക. ഫൈൻഡ് ഔട്ട് ദ വൺ വേർഡ് ഫോർ ദ ഫോളോയിങ്. മർഡർ ഓഫ് എ കിങ്. മർഡർ ഓഫ് എ കിങ്ങിന് വൺ വേർഡ് പറയുക. റെജിസൈഡ്. മർഡർ ഓഫ് എ കിങ്ങിന് പറയുന്നതാണ് റെജിസൈഡ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് എ സ്യൂട്ടബിൾ ഫ്രേസൽ വെർബ്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫ്രേസൽ വെർബ് വെച്ചിട്ട് ഫില്ല് ചെയ്യാം. ക്യുനൈൻ ഈസ് എ ടാഷ് ദ ബാർക്ക് ഓഫ് എ പ്ലാന്റ് കോൾഡ് സിങ്കോണ. ക്യുനൈൻ ഈസ് ഡാഷ് ദ ബാർക്ക് ഓഫ് എ പ്ലാന്റ് കോൾഡ് സിങ്കോണ. ക്യുനൈൻ ഉണ്ടാക്കുന്നത് സിങ്കോണ എന്ന പ്ലാന്റിൻ്റെ ബാർക്കിൽ നിന്നാണ്. ഓക്കെ, ആ തടിയുടെ തൊലിയിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അത് മെയ്ഡ് ഫ്രം ആണ് വേണ്ടത്. ക്യുനൈൻ ഈസ് മെയ്ഡ് ഫ്രം ദ ബാർക്ക് ഓഫ് എ പ്ലാന്റ് കോൾഡ് സിങ്കോണ. പിക്ക് ഔട്ട് ദ കറക്റ്റ് റിലേറ്റീവ് പ്രോനൗൺ ഫ്രം ദ ഫോളോയിങ്. ഈ കൊടുത്തിരിക്കുന്നതിൽ കറക്റ്റായിട്ടുള്ള പ്രോനൗൺ, റിലേറ്റീവ് പ്രോനൗൺ സെലക്ട് ചെയ്യുക. ദ മാൻ ഡാഷ് കെയിം യെസ്റ്റർഡേ വാസ് ഹെർ അങ്കിൾ. ദ മാൻ വിച്ച് എന്ന് കൊടുത്തിട്ടുണ്ട്, ഹൂം, ഹൂ, ദാറ്റ് കൊടുത്തിട്ടുണ്ട്. ദ മാൻ ഹൂ കെയിം യെസ്റ്റർഡേ വാസ് ഹിസ് അങ്കിൾ. ഓപ്ഷൻ ബി ആണ് കറക്റ്റ്. ചേഞ്ച് ദ വോയിസ്. ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ദ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. അപ്പോൾ ആക്റ്റീവ് വോയിസും പാസീവ് വോയിസും മാറ്റാനാണ് ചേഞ്ച് ദ വോയിസ് പറയുന്നത്. അപ്പോൾ ഇവിടെ എ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ഗിവൺ ഇൻ പാസീവ് വോയിസ്. ഓക്കെ, അപ്പോൾ നമുക്കതിനെ ആക്റ്റീവ് ആക്കണം. ഒരു എൻജിൻ, എ ഫാൻ ഈസ് റൊട്ടേറ്റഡ് ബൈ ആൻ എൻജിൻ. ഓക്കെ, ഫാൻ എൻജിനാൽ റൊട്ടേറ്റ് ചെയ്യപ്പെടുന്നു. അപ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കണം ആക്റ്റീവ് വോയിസ് പറയുന്നത്? എൻജിൻ ഫാനിനെ റൊട്ടേറ്റ് ചെയ്യുന്നു. ഇവിടെ ഈസ് റൊട്ടേറ്റഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അത് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. സോ ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ. ആൻ എൻജിൻ റൊട്ടേറ്റ്സ് ദ ഫാൻ എന്ന് പറയണം. യൂസ് ദ കറക്റ്റ് ആർട്ടിക്കിൾ ഇൻ ദ ബ്ലാങ്ക് സ്പേസ്. The Ganga is dash sacred river. The Ganga is a sacred river എന്ന് കൊടുക്കണം. The Ganga is a sacred river. Fill in the blank with the correct preposition. Do not laugh dash the poor. Do not laugh at the poor. അപ്പോഴും laugh at, കളിയാക്കുക അല്ലെങ്കിൽ പരിഹസിക്കുക എന്നുള്ളതാണ് മീനിങ് വരുന്നത്. അപ്പോൾ ലാഫ് അറ്റ് എന്നാണ് ആ ഒരു പ്രയോഗം വരുന്നത്. അപ്പോൾ ഓർക്കുക, ഡു നോട്ട് ലാഫ് അറ്റ് ദ പുവർ.
പിക്ക് ഔട്ട് ദ കറക്റ്റ്ലി സ്പെൽഡ് വേർഡ്. ട്രാവലോഗാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ട്രാവലോഗ് എന്ന് വെച്ചാൽ എന്താണ്? യാത്രാ വിവരണം. ഓക്കെ, അപ്പോൾ ഇതാണ് ട്രാവൽ എന്ന് എഴുതിയിട്ട് വേണം അത് പോകാൻ. ട്രാവലോഗ്. അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ. ഫിൽ ഇൻ ദ ബ്ലാങ്ക് വിത്ത് ദ കറക്റ്റ് ഫോം ഓഫ് ദ അഡ്ജക്റ്റീവ്. എ പ്രൊപ്പലർ ഈസ് എ കൈൻഡ് ഓഫ് ഫാൻ വിത്ത് 2 or dash blades. A propeller is a kind of fan with 2 or more blades. അത് പറഞ്ഞ് സെൻറ്റൻസ് ഒന്ന് പറഞ്ഞു നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. ഗീവ് ദ പ്ലൂറൽ ഫോം ഓഫ് ദ വേർഡ് ടീ. ടീ എന്ന് പറയുന്നതിൻ്റെ പ്ലൂറൽ എന്താണ്? ടീസ് എന്നാണ് വരുന്നത്. പ്ലൂറൽ ഫോം ഓഫ് ടീ ആണ് ടീസ്. Which is the correct sentence? Wait here until he comes. Wait here until he does not come. Wait here until he does not comes. Wait here until he come. ഓക്കെ, അപ്പോൾ ഇവിടെ എപ്പോഴും അൺടിൽ അത് കഴിഞ്ഞിട്ട് പറയുന്നത് പോസിറ്റീവായിട്ടുള്ള വാക്കുകളാണ് പറയേണ്ടത്. ഡസ് നോട്ട് എന്ന് പറഞ്ഞിരിക്കുന്ന രണ്ടും അപ്പോൾ അതുകൊണ്ട് എലിമിനേറ്റ് ചെയ്യാം. വെയിറ്റ് ഹിയർ അൺടിൽ ഹി കംസ് എന്നാണ് സിമ്പിൾ പ്രസൻറ്റിലാണ് പറയേണ്ടത്. സിമ്പിൾ പ്രസൻറ്റിൽ. ദ അന്റോണിയം ഓഫ് ദ വേർഡ് സോവറീൻ. സോവറീൻ എന്ന് പറയുന്നതിൻ്റെ അന്റോണിയം എന്താണ്? സോവറീൻ എന്ന് പറയുന്നതിൻ്റെ അന്റോണിയം സബോർഡിനേറ്റ് എന്നാണ്. ദെൻ ദ യങ് വൺ ഓഫ് എ ഡീർ ഈസ് കോൾഡ്. ഡിയറിൻ്റെ യങ് വൺ എന്ന് പറയുന്ന പേര് ഫോണാണ്. FAWN. Complete the following sentence with the correct word. The cat ran and dash the rat. The cat ran and seized the rat ആണ് ഉദ്ദേശിക്കുന്നത്. സീസ് ചെയ്യാന്ന് വെച്ചാൽ അതിനെ പിടിച്ചു എന്നുള്ള മീനിങ് ആണ്, അതിനെ സ്റ്റോപ്പ് ചെയ്തു എന്നുള്ളതാണ്. സോ അതിൽ സീസ്ഡ്, സൈസ്ഡ്, കോസ്റ്റ്, സീസ്ഡ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്ഷൻ ഡി ആണ് സീസ്ഡ് കറക്റ്റായിട്ടുള്ള സീസ്ഡ്. Fill in the blank with a suitable question tag. I am healthy. Amn't I? Are I? Aren't I? Am I? അപ്പോൾ ഒരു കാര്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, എപ്പോഴും ക്വസ്റ്റ്യൻ ടാഗ് നമ്മൾ ചെയ്യുമ്പോൾ പോസിറ്റീവായിട്ടാണ് വേർഡ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ ടാഗിൽ അത് നെഗറ്റീവായിട്ടായിരിക്കും ചോദിക്കേണ്ടത്. നെഗറ്റീവായിട്ടാണ് പറഞ്ഞിരിക്കുന്ന സെൻറ്റൻസ് എങ്കിൽ നമ്മൾ ചോദിക്കേണ്ടത് പോസിറ്റീവായിട്ടായിരിക്കണം. ഓക്കെ, ആം വന്നു കഴിഞ്ഞാൽ തിരിച്ച് ചോദിക്കേണ്ടത് ആറാണ് വരേണ്ടത്. അപ്പോൾ തന്നെ നമ്മളിങ്ങനെ എലിമിനേറ്റ് ചെയ്ത് കളയാം. ആമുള്ള രണ്ടും അപ്പോൾ തന്നെ ക്യാൻസൽ ചെയ്ത് ആമായിന്നോ അല്ലെങ്കിൽ ആമിൻ്റായിന്നോ ചോദിക്കില്ല. ഓക്കെ, ദെൻ എന്താണ്? ഐ ആം ഹെൽത്തി പോസിറ്റീവാണ്. സോ ആറിൻ്റെ അതാണ് യൂസ് ചെയ്യാം. ചേഞ്ച് ഇൻ ടു പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ്. പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസ് ആക്കുക. ഹി ഹയേഴ്സ് എ ബോട്ട്. പാസ്റ്റ് പെർഫെക്റ്റ് ആണ്. അപ്പോൾ ആ പാസ്റ്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ ഏതാണ്? ഹാഡ് ആണ്. അപ്പോൾ ഇവിടെ ഹാസ് ഉള്ള ഒരെണ്ണം അപ്പോൾ തന്നെ ക്യാൻസലായിപ്പോയി. ഹി ഹാഡ് ഹയേർഡ് എ ബോട്ട്, ഹി ഹാഡ് ബീൻ ഹയേർഡ് എ ബോട്ട്, ഹി ഹാഡ് ബീൻ ഹയറിങ് എ ബോട്ട്. അപ്പോൾ ഇവിടെയൊക്കെ വന്നിരിക്കുന്നത് പാസീവ് വോയിസിലായിപ്പോയി ഈ രണ്ടെണ്ണം പറഞ്ഞത്. ഓക്കെ, എന്താണ്? ഹി ഹാഡ് ഹയേർഡ് എ ബോട്ട്, അതാണ് കറക്റ്റ് ആൻസർ. Fill in the blank with the correct form of the verb. For him, dash back was unthinkable. For him, എന്താണ്? To sail back. തിരിച്ചു പോവുക, തിരിച്ചുള്ള യാത്ര. It was unthinkable എന്നാണ്. So, for him, to sail back was unthinkable. To sail എന്നാണ് കറക്റ്റ് ആൻസർ വരുന്നത്. ഓപ്ഷൻ A. Fill in the blank with the suitable models. We dash not use the telephone after the storm. We dash not use the telephone after the storm. We should not use the telephone after the storm. We might not use the telephone after the storm. We would not use the telephone after the storm. Then we could not use the telephone after the storm. അതായത് നമുക്ക് സ്റ്റോം കഴിഞ്ഞ് യൂസ് ചെയ്യരുത് എന്നല്ല, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ്. വി കുഡ് നോട്ട് പറ്റിയില്ല. അത് സ്റ്റോം കഴിഞ്ഞിട്ട് ടെലിഫോൺ ലൈൻസൊക്കെ തകരാറിലായി. വി കുഡ് നോട്ട് യൂസ് ദ ടെലിഫോൺ ആഫ്റ്റർ ദ സ്റ്റോം. സെലക്ട് ദ വേർഡ് സിമിലർ ഇൻ മീനിങ് ടു ദ വേർഡ് സെറീൻ.
സെറീൻ എന്ന് പറയുന്നത് ഒരു പരിശുദ്ധ, നിർമ്മല, ആ ഒരു മീനിങ്ങിലാണ് പറയുന്നത്. സോ മീക്ക്, ഫീബിൾ, കാം, സോളം ഒക്കെ കൊടുത്തിരിക്കുന്നില്ല. സെറീൻ എന്ന് പറയുന്നത് കുറച്ചും കൂടി അപ്രോപ്രിയേറ്റ് ആയിട്ട് വരുന്നത് കാം എന്ന ആൻസറാണ്. ചേഞ്ച് ദ ഫോളോയിങ് സെൻറ്റൻസ് ഇൻ ടു ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് മാറ്റുക. ഷീ സെഡ് ആർ യു റെഡി. ഷീ സെഡ് ആർ യു റെഡി. സോ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കും ഉണ്ട്. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് സ്പീച്ചിലേക്ക് ആക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇഫ് ദർ ഈസ് എ ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടെങ്കിൽ അതിൻ്റെ മീനിങ് അതൊരു ക്വസ്റ്റ്യൻ ആണ്. സോ ഷീ ആസ്ക്ഡ് എന്ന് ചോദിക്കണം. അപ്പോൾ അവിടെ എന്ത് വരണം? ആദ്യം തന്നെ ആസ്ക്ഡ് എന്നുള്ളത് ഓർക്കുക. ഷീ ആസ്ക്ഡ്. അപ്പോൾ ഷീ ആസ്ക്ഡ് അല്ലാത്ത ഒരെണ്ണം ഇപ്പം തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു. ഷീ ആസ്ക്ഡ് ആർ യു റെഡി. ആർ യു റെഡി. സോ വെദർ എന്നുള്ളൊരു മീനിങ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാത്തിലും വെദർ ഉണ്ട്. വെദർ ഐ വാസ് റെഡി, വെദർ ഐ ആം റെഡി, വെദർ ഐ വാസ് റെഡി. ഓക്കെ. ഷീ ആസ്ക്ഡ് whether I was ready. She asked whether I was ready. She asked that whether I was ready. അങ്ങനെ ചോദിക്കില്ല. She asked കഴിഞ്ഞിട്ട് that വേണ്ട. She asked whether I was ready. ഞാൻ റെഡി ആയിരുന്നു എന്നാണ് ചോദിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാര്യമല്ല പറയുന്നത്. She asked whether I was വേണം. I was ready. സോ ഇത്രയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. 20 ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതുപോലെ ബാക്കി വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസറിന് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻസും സജഷൻസും എല്ലാം അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ഉറപ്പായി ലൈക്ക് ചെയ്യുക. താങ്ക് യു.